പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 കോടി രൂപ ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീണ്ടീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വി ഡി സതീശൻ സർക്കാരിന്റെ ഒന്നാം സംസ്ഥാന ബജറ്റിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിന് 115.8 കോടി രൂപയുടെ പദ്ധതികൾ. പി ടി മോഹനകൃഷ്ണൻ സ്മാരക താഴത്തേൽപ്പടി പെരുമുടിശ്ശേരി റോഡ് നിർമ്മാണത്തിന് 2 കോടി, കടവനാട് പൂക്കൈത് പുഴ തീരസംരക്ഷണവും വള്ളംകളി പവലിയൻ നിർമ്മാണത്തിനായി 3 കോടി രൂപ, കണ്ടുകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്ത ഇടത്താവളത്തിന് 1 കോടി, ബിയ മുതൽ കുന്നംകുളം വരെ 100 അടിത്തോട് ജലപാത സാധ്യതാ പഠനത്തിനായി 25 ലക്ഷം രൂപ, കനോലി കനാലിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 60 കോടി, പെരുമ്പടപ്പ് അങ്കനവാടി നമ്പർ 62 റോഡ് നിർമ്മാണം 50 ലക്ഷം, പുതുപൊന്നാനി മാട്ടുമ്മൽ ബീച്ച് ടൂറിസം ഇടനാഴി സാധ്യതാ പഠനം 25 ലക്ഷം, പൊന്നാനിയിൽ കടൽ പായൽ കൃഷിയും സമുദ്ര കേജ് മത്സ്യകൃഷിയും 10 ലക്ഷം രൂപ, BM പാർക്ക് പുളിക്കക്കടവ് തൂക്കുപാലം കുണ്ടുകടവ് പാലം കനോലി കനാൽ റോഡ് നിർമ്മാണത്തിന് 3 കോടി രൂപ, പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ 2 കോടി, ആവിക്കൽ തോട് സ്ലാബ് നിർമ്മാണം സൗന്ദര്യവൽക്കരണം 3 കോടി, ആലങ്കോട് പഞ്ചായത്ത് പന്താവൂർ സാഹിത്യ പാർക്ക് നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപ, കർമ്മ റോഡ് ചമ്രവട്ടം പാലം എക്സ്റ്റൻഷൻ 10 കോടി രൂപ, പുതുപൊന്നാനി മഹ്ലറ മസ്ജിദ് വയോജന പാർക്ക് നിർമ്മാണം 1 കോടി രൂപ, കോക്കൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ചുറ്റുമതിലിനായി 1 കോടി രൂപ, പുതുപൊന്നാനി മുനമ്പം വോട്ട് പ്രവേശന കവാടം വീതി കൂട്ടാൻ 1 കോടി രൂപ, പുതുപൊന്നാനി മുനമ്പം പാലം റോഡ് നിർമ്മാണം 2 കോടി, സ്രായിക്കടവ് ടൂറിസം പദ്ധതി സാധ്യതാ പഠനത്തിനായി 20 ലക്ഷം, ആലങ്കോട് പഞ്ചായത്ത് ചങ്കരംകുളം മുതൽ താടിപ്പടി വരെ റോഡ് നിർമ്മാണത്തിന് 1.5 കോടി, വെളിയങ്കോട് GLP സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 1.5 കോടി രൂപ, പൊന്നാനി എടപ്പാൾ കരിങ്കല്ലത്താണി അയനിച്ചിറ കായൽ ടൂറിസം വികസനത്തിനായി 5 കോടി, വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് പൂക്കൈത റോഡ് നിർമ്മാണത്തിന് 1 കോടി രൂപ, പാലപ്പെട്ടി ബീച്ച് റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ 1.80 കോടി, പൊന്നാനി KSRTC പശ്ചാത്തല വികസന സൗകര്യത്തിനായി 1 കോടി രൂപ, കടവനാട് കായൽ പൂക്കൈതക്കടവ് പാർശ്വഭിത്തി സംരക്ഷണം 2.5 കോടി, പൊന്നാനി ഹൈഡ്രോഗ്രാഫ് സബ് സെന്റർ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപ, മാറഞ്ചേരി വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 1 കോടി, പൊന്നാനി കർമ്മ റോഡ് സൗന്ദര്യവൽക്കരണത്തിനായി 4 കോടി രൂപ, പൊന്നാനി പഴയ ദേശീയപാതയിൽ നിന്ന് ബീച്ചിലേക്കുള്ള റോഡിനായി 1 കോടി രൂപ, പൊന്നാനി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന് 1 കോടി, കടൽഭിത്തി നിർമ്മാണത്തിന് 3 കോടി എന്നിങ്ങനെയാണ് സംസ്ഥാന ബജറ്റ് പൊന്നാനിക്ക് വാരിക്കോരി നൽകിയത്.